ഫാമിലിക്ക് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയുണ്ട്. ചില സമയത്ത് ഈ ഫാമിലി നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ചില സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടും നമുക്ക് ഇമ്പാക്ട് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ഫാമിലി തെറാപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ 3 പേരാണ് ഇന്നത്തെ ഡിസ്കഷനിലുള്ളത്. ഞാൻ സാഞ്ചന ജയേഷ്, കിൻഫോക്കിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇത് ബ്രൈറ്റ് പി ജേക്കബ്, കിൻഫോക്കിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അസ്ല, കിൻഫോക്കിന്റെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ ആയിട്ട് ആളുകൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പി ചെയ്യാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഫാമിലി തെറാപ്പിയാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഒരേ പ്രശ്നത്തിന് ഫാമിലി തെറാപ്പിയും ഇൻഡിവിജ്വൽ തെറാപ്പിയും കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഫാമിലി തെറാപ്പിയിൽ ശരിക്കും എന്താ നടക്കുന്നതെന്നുള്ളത് സാർ ഒന്ന് പറയാൻ പറ്റും? ഇൻഡിവിജ്വൽ തെറപ്പിയും ഫാമിലി തെറപ്പിയും വളരെ ഡിഫറെൻ്റ് ആണ്. ഇൻഡിവിജ്വൽ തെറപ്പിയിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലൈൻ്റാണ്. അപ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടാവുക. അപ്പോൾ ആളുടെ മനസ്സിൽ നടക്കുന്നത് എന്തൊക്കെയാണ്, ആളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ആളുടെ തോട്ട്സ് എന്തൊക്കെയാണ്, അയാളുടെ ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് ആളെ അഫക്ട് ചെയ്യണത്, ആളുടെ തിങ്കിങ് പ്രോസസ്സോ അല്ലെങ്കിൽ ആളുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ ആളുടെ എൻവയോൺമെന്റിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ആളുടെ ഫങ്ഷനിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇതിൽ ഇൻഡിവിജ്വൽ ആണ് അതിൻ്റെ ഫോക്കസ്. ഫാമിലി തെറപ്പിയിൽ നമ്മുടെ ഫോക്കസ് ഫാമിലി ആസ് എ യൂണിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഫാമിലിയിലെ ഇൻഡിവിജ്വൽ ഓരോരുത്തരെടുത്തിട്ട് അല്ല, എന്ന് വെച്ചാൽ ഫാമിലിയിൽ ഉള്ളവർ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യണത്. ഫാമിലിയാണ് നമ്മുടെ യൂണിറ്റ്. ആ ഫാമിലി ഫങ്ഷണലാണോ, അവിടുത്തെ ഇന്ററാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നടക്കണേ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൽ ഓരോരുത്തരുടെ റോൾസ് എന്താ, അവരുടെ ഇന്ററാക്ഷൻ നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതിൽ ഒരാളുടെ എന്തെങ്കിലും എക്സസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്വഭാവ സവിശേഷതയോ മറ്റോ മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ആ അഫക്റ്റ് ചെയ്യുന്നതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഫാമിലിയാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് ഇന്ററാക്ഷൻ. ഫാമിലിയിൽ ഇൻഡിവിജ്വൽസ് അല്ല. അപ്പോൾ സാർ, നമ്മൾ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്ന് CBT എല്ലാം കൊടുത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അതേ പ്രശ്നം കൊണ്ടോ തന്നെ പിന്നെയും തിരിച്ചിട്ട് വരുന്നില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ അസുഖം മാറി കഴിഞ്ഞിട്ട് പിന്നെ അതേ വീട്ടിൽ തന്നെ വേറൊരാൾ ഇതേ പ്രശ്നം കൊണ്ടല്ലേ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടല്ലേ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഫാമിലി സ്ട്രക്ചറിലുള്ള പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ അസ്ല പറഞ്ഞാണ് ഈ ഫാമിലി തെറപ്പിയുടെ അടിസ്ഥാനം പ്രിൻസിപ്പിൾ തന്നെ. അതായത് ഇൻഡിവിജ്വലിനല്ല പ്രശ്നം, ഫാമിലിയുടെ സ്ട്രക്ചറിനാണ് പ്രശ്നം. അപ്പോൾ ഏതെങ്കിലും എന്താ പറയുക, ചില പ്രശ്നങ്ങൾ ഇൻട്രാക്ഷൻ പാറ്റേണിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒക്കെ ഫാമിലിയിലുണ്ടെങ്കിൽ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ പേഷ്യൻ്റായി മാറാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛനമ്മയും തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് പ്രശ്നം വന്നു വരാം. അപ്പോൾ കുട്ടി ഭയങ്കര ADHD കാണിച്ചെന്ന് വരാം, ആങ്സൈറ്റി കാണിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് കാണിച്ചെന്ന് വരും. ചിലപ്പോൾ കുട്ടിയുടെ പ്രശ്നം ആയിരിക്കില്ല, ആങ്സൈറ്റി തന്നെ കുട്ടിക്ക് ആയിരിക്കില്ലേ ചിലപ്പോൾ. പക്ഷെ ആ ഫാമിലിയിലെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കുട്ടി കാണിച്ചു വരാം. ഇതിൽ കുട്ടീനെ നമ്മൾ ബെറ്റർ ആക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛന് ചിലപ്പോൾ പ്രശ്നമൊന്നും വരാം. അപ്പോൾ എല്ലാം ഇതുകൊണ്ടാവണമെന്നില്ല. ഇപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് ഡിപ്രഷൻ വീണ്ടും വരാനുള്ള സാധ്യതയുള്ളതാണ്. സെക്കൻഡ് ഡിപ്രസീവ് എപ്പിസോഡ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു എപ്പിസോഡ് ഒന്ന് മാറിയതിന് ശേഷം വീണ്ടും എപ്പിസോഡ് വരാം. അതല്ലാതെ ഇപ്പോൾ ഫാമിലിയുടെ എക്സ്പ്രസ്ഡ് ഇമോഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫാമിലി തെറപ്പിയിൽ അവരുടെ ഇന്ററാക്ഷൻ പാറ്റേണിന്റെ സ്ട്രക്ചറിന്റെ പ്രശ്നം കൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും പ്രശ്നം വരാം. അല്ലെങ്കിൽ അയാൾക്ക് തന്നെ വരുന്നതിനേക്കാളും വേറൊരാൾക്ക് പ്രശ്നം വരാം. അത് ഫാമിലി സ്ട്രക്ചറിലെ പ്രശ്നം ഉണ്ടായിരിക്കാം. അതെ, നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളുടെ പ്രസൻസ് വരെ നമ്മളുടെ പെരുമാറ്റ രീതിയെ ബാധിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും നിൽക്കുകയാണ്, ഒരാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രേഞ്ചർ ആണ്, ആൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ല ആ സമയത്ത് ബിഹേവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് ഉള്ള ആളുകൾ, അതായത് നമ്മൾ ഫാമിലിയിൽ നിൽക്കുമ്പോൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷനും അവരുടെ ബിഹേവിയറും ഒക്കെ നമ്മളുടെ ബിഹേവിയറിനും തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിനൊരു ഉദാഹരണം പറയാൻ പറ്റുമോ അസ്ല? അങ്ങനെ ഒരു കേസ് ക്ലിനിക്കിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡിപ്രഷനായിട്ട് ഹസ്ബൻഡിനെ കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഈ ലേഡി താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളും ചോദിച്ചു നോക്കുമ്പോൾ ആണ് അറിയുന്നത് ഫാദർ ഉണ്ടാവില്ല, ഹസ്ബൻഡിന്റെ ഫാദർ ഭയങ്കര ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പുറത്ത് പോകണമെങ്കിൽ ആളോട് ചോദിക്കണം, ആള് പെർമിഷൻ വേണം. ഇപ്പോൾ വീട്ടിലൊരു കറി വെക്കണമെങ്കിൽ ഇവരെ ആള് പെർമിഷൻ വേണം. അങ്ങനെയുള്ള ഒരു ഫാമിലി അവര്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനോട് ആളുള്ള എല്ലാവരും പൊരുത്തപ്പെട്ടിട്ട് നിന്നിട്ട് പോകലേ ചെയ്യില്ല, ആരും ഒന്നും പറയലൊന്നുമില്ല. പക്ഷെ ഈ ലേഡി പുറത്തുനിന്ന് വന്നതാണല്ലോ, മാരേജ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ആൾക്ക് ഒരു പ്രശ്നമായിട്ട് വന്ന് അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ആയാലും ശരിയാവില്ല എന്നല്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, പിന്നെ ഇതിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൾ കുറച്ച് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. പിന്നെ അതൊരു ഡിപ്രഷനായിട്ട് വന്നിട്ടാണ് ക്ലിനിക്കിലേക്ക് വന്നത്. ഇതൊരു നമ്മുടെ ഫാമിലിയുടെ സ്ട്രക്ചറിലെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അതെ, അസ്ലിപ്പോൾ പറഞ്ഞ കേസ് എക്സാമ്പിളിൽ അങ്ങനെയാണ്. ആ കേസ് ഇൻഡിവിജ്വൽ ഡീൽ ചെയ്യാം, ഫാമിലി ആയിട്ടും ഡീൽ ചെയ്യാം. ഫാമിലി സ്ട്രക്ചറിൻ്റെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടല്ലോ.
ഒരു ഫാമിലിയിൽ നിന്ന് മാറി അടുത്ത ഒരു ഫാമിലിയുടെ സ്ട്രക്ചറിലേക്ക് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഫാമിലിയുടെ സ്ട്രക്ചറിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടല്ലോ കല്യാണം കഴിയുമ്പോൾ. ഇതൊന്നും വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇത് പ്രധാന കാരണം ഡിപ്രഷൻ ട്രിഗർ ചെയ്തത്. അപ്പോൾ അത് മാറ്റുന്നതിനും ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിൽ റോളുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നിരുന്നു. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ബെഡ് വെറ്റിംഗ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയനുണ്ട്. അച്ഛൻ ഒരു ഡെയിലി കൂലിപ്പണിക്കാരനാണ്, അമ്മയും കൂലിപ്പണിക്കാരി തന്നെയാണ്. അപ്പോൾ ജനിച്ച നാൾ മുതൽ ഇത് ബെഡ് വെറ്റിംഗ് എന്ന് വെച്ചാൽ പ്രൈമറി ന്യൂറോസിസ് ആണ്. ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടൊന്നുമില്ല. എപ്പോഴും ന്യൂറോസിസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. 5 വയസ്സിൽ 6 വയസ്സിൽ 7 വയസ്സിലൊക്കെ ഇത് ന്യൂറോസിസ് ഉണ്ട്. ഇനി അവർ പല സ്ഥലത്തും ഈ കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പലതരത്തിലുള്ള തെറപ്പികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ കുട്ടിക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ കുട്ടീനോടൊന്നും കരിയർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ന്യൂറോസിസ് മാറിയിട്ടില്ല. പിന്നെ കുട്ടിക്ക് ആൻസൈറ്റി ഉണ്ടോ എന്നറിയാനുള്ള എന്താ പറയുക എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തിയത്. കുട്ടിക്ക് ആൻസൈറ്റി ഒന്നും കാണില്ല, കുട്ടി ആൻസൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ വന്നപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫാമിലിയുടെ സ്ട്രക്ചർ കുറച്ചും കൂടെ പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ ഫാമിലിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമ്മ കുറച്ച് ഭയങ്കര ടെൻഷനുള്ള ആളാണ്, പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളാണ്. അച്ഛനാണെങ്കിൽ കുറച്ച് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. അച്ഛൻ്റെ റോൾ എന്താണോ അത് ചെയ്യില്ല. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് റോളിലേക്കൊന്നും എത്തില്ല. ഫാമിലിയുടെ ഒരു ലീഡിങ് റോള് ചെയ്യുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ ലീഡിങ് റോൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അമ്മയിൽ അടിച്ചേൽപ്പിക്കപ്പെടാണ് അച്ഛനെ ചെയ്യാത്തതുകൊണ്ട്. അതായത് ഒരു വീട് പണിതിട്ടുണ്ടായിട്ട് ലോണൊക്കെ ഉണ്ട്. അപ്പോൾ ലോൺ കൃത്യം അടഞ്ഞു പോകേണ്ടതൊന്നും അച്ഛൻ അന്വേഷിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ അന്വേഷിക്കാത്തതുകൊണ്ട് ആ റോൾ അമ്മയുടെ മേത്തേക്ക് വരിക ചെയ്യണേ. അമ്മ അത് ആരെങ്കിലും ഒരാൾ ലീഡിങ് റോൾ ചെയ്താൽ മതി. പക്ഷെ അമ്മയ്ക്ക് ചെയ്യാനുള്ള രീതിയിലല്ല അമ്മയുടെ ആൻസൈറ്റി. അമ്മ പെട്ടെന്ന് ആൻഷ്യസ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അമ്മ ഭയങ്കര ആൻഷ്യസ് ആയി തുടങ്ങി. പക്ഷെ എത്ര ആൻഷ്യസ് ആണെങ്കിലും അത് ആളീ ഉത്തരവാദിത്തങ്ങളെ തല്ലിൽ കയറ്റി വെച്ച് അച്ഛൻ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ചെയ്തു വെച്ച് തുടങ്ങി. അപ്പോൾ എന്താ പറയുക, അതിനുശേഷം കുറച്ചൊക്കെ അമ്മ ഭയങ്കര ആൻഷ്യസ് ആണ്. പക്ഷേ ഈ അമ്മയുടെ ആൻസൈറ്റി മുഴുവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുട്ടിയാണ് എന്നാണ് ആ ഫാമിലിയിൽ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടിയുടെ ബെഡ് വെറ്റിങ്ങിനോട് തന്നെ അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത് ബെഡ് വെറ്റിങ്ങിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന പോലെയാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കുട്ടി ബെഡ് വെറ്റിംഗ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടിക്ക് വേണ്ട വേറെ പായ, തലയണ, പുതപ്പ്, വേറെ ഡ്രസ്സ് ഇതൊക്കെ മടക്കി കുട്ടിയുടെ അടുത്ത് കൊണ്ടുവച്ചിട്ടാണ് കുട്ടീനെ ഉറങ്ങാൻ വിടുക. കുട്ടിയെ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്, അച്ഛൻ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ കുട്ടീനെ എന്താ പറയുക, ഓരോ സമയത്ത് വിളിച്ചെണീപ്പിക്കുന്നു, 2 പ്രാവശ്യം ഉറക്കത്തിൻ്റെ ഇടയിൽ വിളിച്ചെണീപ്പിക്കുന്നു, കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കുന്നു. ഇതൊക്കെ അമ്മ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കുന്നു, വിളിച്ചെണീപ്പിച്ച് മൂത്രമൊഴിച്ച് വരാൻ പറയലല്ല ചെയ്യണേ. കുട്ടീനെ പിടിച്ച്, കുട്ടി ഉറക്കത്തിലാണെന്നാണ് തോന്നുന്നത്. അതായത് കുട്ടി ഉറക്കത്തിൽ തന്നെ കുട്ടി പോകുന്നു, അമ്മ പിടിച്ചു കൊണ്ടുവന്ന് കുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എണീറ്റ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അമ്മയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നല്ലാതെ എന്താ പറയുക, ഒരു കുട്ടീനെ കൃത്യമായിട്ട് എണീപ്പിക്കാനോ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റുന്നില്ല. അപ്പോൾ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അമ്മ എടുക്കേണ്ട ചില റോളുകൾ കുട്ടീനെ അധികം കണ്ടില്ല. അതിനുശേഷം അമ്മ എടുക്കേണ്ട ചില റോളുകൾ അച്ഛനെ കൊണ്ട് എടുപ്പിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അച്ഛനെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതുവരെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ശരിയാണ്, ഞാൻ കൂലിപ്പണിയാണ്, ചില ദിവസം ഉണ്ടാവുള്ളൂ, ചില ദിവസം പണി ഉണ്ടാവില്ല. അപ്പോൾ ബാങ്കിൽ കൃത്യ ഒരു ദിവസം തുക അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കാൻ പറ്റുമോ, ഇതൊക്കെ ഇരുന്നോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി. അമ്മയുടെ സാലറി എത്രയാണ്, വേജസ് എങ്ങനെയാണ്, അച്ഛൻ്റെ വേജസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് അടയ്ക്കാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് പിന്നെ കുറച്ച് ഡിസ്കസ് ചെയ്തത്. അതുപോലെ ഇവരുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെ വരുമ്പോൾ ആരൊക്കെ, ഇപ്പോൾ കറണ്ട് ബില്ല് അടച്ചോ, അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടിയുടെ വിദ്യാഭ്യാസം കൃത്യമായി നടക്കണ്ടോ, ടീച്ചേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസ് മീറ്റിങ്ങിന് പോകണം, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിരുന്നത് മാറ്റി അച്ഛനെ ഏൽപ്പിച്ചു. അതുപോലെ ഈ കുട്ടിയുടെ കിടക്കുന്ന സ്ഥലം മാറ്റിച്ചു. സത്യത്തിൽ അച്ഛൻ കിടക്കുന്ന സ്ഥലം മാറ്റിച്ചു. കുട്ടിയെ കിടക്കുന്ന സ്ഥലം അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കുറച്ച് അകലേക്ക്, അതിനുശേഷം വാതിൽ തുറന്നിട്ട് പുറത്താക്കി. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ്, മാസങ്ങൾ എടുത്തിട്ടാണ് പതുക്കെ അവർ തമ്മിലൊരു ഡിസ്റ്റൻസ് വരുത്തിച്ചു. അതുപോലെ എന്താ പറയുക, കുട്ടീനെ വിളിച്ചെണീപ്പിച്ച് മൂത്രമൊഴിപ്പിക്കുന്നത് അച്ഛൻ്റെ റോളാക്കി. അപ്പോൾ അച്ഛൻ വിളിച്ചെണീപ്പിക്കുമ്പോൾ അതിൽ ഡിഫറൻസ് വന്നു. കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീക്കണം, അതുപോലെ കുറച്ച് സ്വയമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അച്ഛൻ എടുക്കുന്ന റോളുകൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോളുകൾ എടുക്കാനുള്ള വ്യത്യാസങ്ങൾ വരുത്തി തുടങ്ങി. അപ്പം എന്താണെന്ന് വെച്ചാൽ അമ്മ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയതായിട്ട് കാണാൻ പറ്റി. പതുക്കെ ഇതിൻ്റെ ബെഡ് വെറ്റിങ്ങിലും ഈ കുട്ടിയുടെ ബെഡ് വെറ്റിങ്ങിലും മാറ്റം വരാൻ തുടങ്ങി. അതായത് ബെഡ് വെറ്റിംഗ് കുറഞ്ഞു വന്നു, ഡ്രൈ ഡേയ്സ് കൂടി വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ബിഹേവിയറൽ ഇന്റർവെൻഷൻസും നമ്മൾ ചെയ്തു തുടങ്ങി. ഡ്രൈ ഡേയ്സ്, കുട്ടി ഓരോ ദിവസം എഴുതി വയ്ക്കണം, എത്ര മണിക്ക് കിടക്കാൻ പോയി, ലാസ്റ്റ് എപ്പോഴും വെള്ളം കുടിച്ച്, എപ്പോഴൊക്കെ എണീറ്റ്
അലാം വെച്ച് എണീറ്റ് മൂത്രമൊഴിച്ചത് ഡ്രൈ ഡേ ആയിരുന്നോ, ഡ്രൈ ഡേ ആണെങ്കിൽ ഒരു സ്റ്റാർ ഇടും, അതുപോലെ ഇത്ര സ്റ്റാർ ഉണ്ടായിരുന്നു, ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് പ്രോപ്പർലി. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇത് കുറഞ്ഞു ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും ബെനിഫിറ്റിംഗ് ഇല്ലാത്ത രീതിയിലേക്ക് ആ കുട്ടി വന്നു. അപ്പോൾ ഈ ബിഹേവിയറൽ ഇന്റർവെൻഷൻസ് ഒക്കെ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ തന്നെ ട്രൈ ചെയ്തതാണ്, പക്ഷേ മാറ്റമൊന്നും കണ്ടില്ല. ഈ ഫാമിലി ഇന്റർവെൻഷൻ വന്നതിന് ശേഷമാണ് കുട്ടിയുടെ ബെനിഫിറ്റിംഗ് മാറിയത്. അപ്പോൾ അതിൽ എന്താ പറയുക, ഫാമിലി സ്ട്രക്ചറിന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് എന്നാണ് ഈ കേസ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രശ്നത്തിന് ചിലപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പിയും ചിലപ്പോൾ നമ്മൾ ഫാമിലി തെറാപ്പിയും സജസ്റ്റ് ചെയ്യാറുള്ളത്. ഫാമിലി ഫാക്ടേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി തെറാപ്പിയാണ് കുറച്ചും കൂടി സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫാമിലി തെറാപ്പിയും ഇൻഡിവിജ്വൽ തെറാപ്പിയും ഡിഫറെൻ്റ് ആണ്, അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും.